72ാമത് നെഹ്റു ട്രോഫി ജലമേള പുന്നമടക്കായലിൽ 71 വള്ളങ്ങളാണ് ഇക്കുറി മാറ്റുരയ്ക്കുന്നത്. ചരിത്രത്തിലാദ്യമായി 21 ചുണ്ടൻ വള്ളങ്ങൾ എ ഗ്രേഡ് വിഭാഗത്തിൽ മത്സരരംഗത്തെത്തിയതോടെ 6 ഹീറ്റ്സ് മത്സരങ്ങളും ചുണ്ടൻ വിഭാഗത്തിൽ നടക്കും. കാലോചിതമായി പരിഷ്കരിച്ച പെരുമാറ്റച്ചട്ടങ്ങളോടെയാണ് ഇക്കുറി നെഹ്റു ട്രോഫി ജലമേള. ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, ആഘോഷത്തിലായിരിക്കും ആലപ്പുഴയിലെ മാത്രമല്ല കേരളത്തിൽ അങ്ങ് നിന്നും ഇങ്ങോളമുള്ള ആളുകൾ ഇന്നിപ്പോൾ അവിടെ തന്നെ ആയിരിക്കും. നമുക്കറിയാം, അവധിക്കാലം കൂടിയാണ്. എങ്ങനെയാണ് അവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? മത്സരങ്ങൾ എത്ര മണിയോടുകൂടി ആരംഭിക്കും? അമൃത, അത്യന്തം ആവേശത്തിലാണ് പുന്നമട. ഞാനിപ്പോൾ നിൽക്കുന്ന ഫിനിഷിംഗ് പോയിന്റിൽ വൈകുന്നേരം നടക്കുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം കാണുന്നതിനായാണ് കൂടുതൽ ആരാധകർ എത്തിയിരിക്കുന്നത്. മത്സരങ്ങൾ, ചെറുവള്ളങ്ങളുടെ മത്സരം തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ ഇപ്പോൾ ഗ്യാലറികൾ നിറഞ്ഞു കവിഞ്ഞു. ദൂരദേശത്ത് നിന്നടക്കം വള്ളംകളി പ്രേമികൾ എത്തിയിട്ടുണ്ട്. പ്രധാനമായും ഒട്ടേറെ ആരാധകരുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുടർച്ചയായി 6 തവണ കിരീടം ലക്ഷ്യമിട്ട് വരുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബുണ്ട്. അതോടൊപ്പം തന്നെ പായപ്പാട് ചുണ്ടനുണ്ട്, തലവടി ചുണ്ടനുണ്ട്, കൈനഗിരി ബോട്ട് ക്ലബിൻ്റെ, യുണൈറ്റഡ് ബോട്ട് ക്ലബിൻ്റെ തലവടി ചുണ്ടനുണ്ട്. അങ്ങനെ ഒട്ടേറെ ആരാധകരുള്ള ഒരുപാട് വള്ളങ്ങളുണ്ട്. തലവടി ചുണ്ടൻ്റെ ആരാധകരുടെ ദൃശ്യങ്ങൾ കാണാം. എന്തായാലും വലിയ ആവേശത്തിലാണ് ഓരോരുത്തരും. ആവേശകരമായ ഒരു വള്ളംകളി സീസണ് തുടക്കമാവുകയാണ്. കായൽപ്പരപ്പിലെ ജലരാജാവിനെ ഇനി മണിക്കൂറുകൾക്കകം അറിയാൻ കഴിയും. അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഓരോ വള്ളംകളി പ്രേമികളും. ഒരു സംഘം വള്ളംകളി പ്രേമികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? UBC കൈനേരിയിലാണോ പള്ളാത്തുരുത്തി? UBC കൈനേരി, BBC കൈനേരി, 2 ക്ലബ്ബാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾ ഇവിടെ ഭയങ്കര തകർത്ത ആഘോഷമായിരുന്നു. മത്സരത്തിൽ ജയിച്ചാലും തോറ്റുവെന്നു വരുകയിലും, മത്സരത്തിൽ ജയിച്ചാലും തോറ്റുവെന്നു വരുകയിലും. കോട്ടമില്ലാതിരിക്കട്ടെ, കോട്ടമില്ലാതിരിക്കട്ടെ നമ്മുടെ മൈത്രി. കോട്ടമില്ലാതിരിക്കട്ടെ നമ്മുടെ മൈത്രി. കോട്ടമില്ലാതിരിക്കട്ടെ നമ്മുടെ മൈത്രി. തകതൈ തകതൈ തകതകതോ ധീരിത്തക താരകപടി പടി ടോമിച്ചൻ ചേട്ടനെ പോലുള്ള ഒട്ടേറെ കുട്ടനാട്ടുകാർ ഇവിടെ വലിയ ആവേശത്തിലാണ്. അതുകൂടാതെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിയിട്ടുണ്ട്. അതുകൂടാതെ വിദേശ ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും വലിയ ആവേശമാണ് പുന്നമടയിലെ ജലരാജാവിനെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അമൃത, എന്തായാലും വലിയ സാങ്കേതിക സംവിധാനത്തോടു കൂടിയാണ് ഈ തവണ മത്സരം നടക്കുന്നത്. വെർച്വൽ ഫിനിഷിംഗ് പോയിന്റ് സംവിധാനം അടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. മൈക്രോ സെക്കൻഡിന്റെ പോലും വ്യത്യാസം കണ്ടുപിടിക്കാൻ കഴിയും. ഹീറ്റ്സുകൾ മത്സരത്തിലെ മികച്ച സമയം കണ്ടെത്തുന്ന വള്ളങ്ങളാണ് ഫൈനലിലേക്ക് യോഗ്യത നേടുക. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തലവടി ചുണ്ടൻ, അതോടൊപ്പം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് അടക്കമുള്ള ഒട്ടേറെ ആരാധകരുള്ള വള്ളങ്ങളാണ് മാറ്റിവെക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുന്നതോടുകൂടി നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് ഔദ്യോഗികമായ തുടക്കമാകും. അമൃത.